ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രാവിലെ മുതലേ ഉള്ള കിച്ചൺ വിശേഷങ്ങളും കുക്കിങ്ങും എൻ്റെ കിച്ചണിൽ വരുത്തിയിട്ടുള്ള ചെറിയൊരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുട്ട സിർക്ക ഉണ്ടാക്കുന്നത്, ബീഫ് വെച്ചിട്ടുള്ള കക്ക റൊട്ടി ഉണ്ടാക്കുന്നത്, അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോക്കണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വീഡിയോനെക്കുറിച്ചും എൻ്റെ സംസാരത്തെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ജനൽ തുറക്കലും നല്ലൊരു ഫ്രഷ് സ്മെല്ലിന് വേണ്ടിയിട്ട് ക്യാൻഡിൽ കത്തിച്ച് വെക്കലും മോൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്ന് മുട്ട സുർക്കാന്നിട്ടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതാന്നിട്ടാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് മോളെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് കൊണ്ടു കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ അരി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറില്ലാത്ത കാരണം ഞാനിവിടെ അവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അവിലില്ലേ, വെള്ള അവിൽ, അത് 1 കപ്പ് അവിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിലിന് പകരമായിട്ട് ചോറാണെങ്കിലും 1 കപ്പ് തന്നെ എടുക്കാം കേട്ടോ. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറ് എന്നുള്ള കണക്കിന് എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. മുട്ട സുറുക്കൻ്റെ മാവ് ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട സുർക്ക ഉണ്ടാക്കുന്ന സമയത്തിൽ കുറച്ചൊരു കുഴിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മുട്ട സുർക്കൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിലായിട്ട് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വന്ന സമയത്ത് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ സ്പൂണ് മാവെടുത്ത് ദാ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട സുർക്കൻ്റെ മാവ് ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാത്തി. എന്നിട്ട് ഇതൊന്ന് പൊങ്ങി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് മേലെയായിട്ട് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 1-2 ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമുക്കത് ഏകദേശം മനസ്സിലാവട്ടെ ആ ഒരു കാര്യം. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട സുർക്ക. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രിക്കത്തെ ഫുഡിനോ ഒക്കെ അടിപൊളിയാണ്. ഇതിലേക്ക് പച്ചമുളക്, ക്യാരറ്റ് അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു മാവില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ഉണ്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ രാവിലെ തന്നെ ആ ഒരു തിരക്കിൽ വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലെയിനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇറച്ചിക്കറി, ചിക്കൻ കറി, വെജ് കുറുമ, അങ്ങനത്തെ ഏത് കറിയിലൊക്കെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മുട്ട സുർക്ക. ഞാനിപ്പോൾ ഇവിടെ ബീഫിൻ്റെ കുറുമയില്ലേ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇതാ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓൾക്കുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓളെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പാൻ കേക്കില്ലേ അതാണ് ഉണ്ടാക്കുന്നത്. അതാണ് നേരത്തെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. രാവിലെ വന്നിട്ട് എണീച്ച് വരുമ്പോൾ തന്നെ പറയും ഇങ്ങനെ സ്നാക്സിന് വേണ്ടിയിട്ട് ഇന്നതാണേ വേണ്ടത്, ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്നതാണേ ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അതിന് സമാധാനിപ്പിച്ച് എന്താ പറയുക കൂളാക്കിയിട്ട് വിടുക എന്നുള്ളത് ആണല്ലോ നമ്മളെ പണി. അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു മാതിരിയായിരിക്കട്ടെ സ്കൂളിൽ പോക്കും വരവും എല്ലാം ഉണ്ടാവാൻ. നല്ല രീതിയിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഓക്ക് വേണ്ടിയിട്ടുള്ള പാൻ കേക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്കൂളിലേക്കുള്ള ലഞ്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ സ്മൂത്തായിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ പണിയെടുക്കലല്ല കേട്ടോ. അതിനിടയിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോക്കുന്നുണ്ട്.
അവൾ ഫ്രഷ് ആയിനോ ഇല്ലയോ, യൂണിഫോം എടുത്തു കൊടുക്കൽ, കാര്യങ്ങളൊക്കെ ഇതിനിടയിലായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ലഞ്ചൊക്കെ ഇട്ട് സെറ്റാക്കുമ്പോഴത്തേക്ക് ആളിങ്ങ് എത്തിന് കേട്ടാ. എന്നിട്ട് വേഗം തന്നെ ബാഗിലേക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വണ്ടി വന്നിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലിങ്സ് ആണല്ലേ ഉണ്ടാവാൻ. എന്തായാലും അവർക്ക് പോവാതിരിക്കാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ എന്താ, ഉള്ളിലേക്ക് വന്നിട്ട് കുറച്ച് തിരുമ്പാനുള്ള തുണികളെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിന്നുവിൻ്റെയും നേഹൻ്റെയും ഡ്രസ്സൊക്കെ അലക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അതൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പണികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരുമ്പൽ സെറ്റായി കിട്ടുമല്ലോ. തലേന്ന് രാത്രി കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്തുനിന്ന് കൊണ്ടുവയ്ക്കട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, കിച്ചണിലുള്ള സാധനങ്ങൾക്ക് കുറച്ച് സ്ഥാനമാനങ്ങൾ എന്താ പറയുക, സ്ഥാനമാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങേ ഭാഗത്ത് വെച്ചിട്ടുള്ള ഓവണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓവൺ വെച്ച ഭാഗത്തില്ലേ അവിടേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിച്ചണിൽ വേറെ ആരുമല്ല, നമ്മളെ എയർ ഫ്രയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മാറ്റം വരുത്തിയതാണ് കിച്ചന്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടോ ഇല്ലയോ, ഇഷ്ടമായിനോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ എയർ ഫ്രയർ എന്നുള്ള അടിപൊളിയാന്നിട്ടാ. ഉപയോഗിച്ചവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ യൂസ്ഫുള്ളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയല്ലേ, കാണാനും അടിപൊളിയാണ്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാന്നിട്ടാ. കിച്ചണിലേക്ക് വന്ന അതിഥിയല്ലേ, ഏതായാലും ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഇതിലുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കിച്ചണിൽ വരുത്തിയ ചെറിയ മാറ്റങ്ങൾ, എല്ലാവർക്കും ഇഷ്ടമായിനോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. നമ്മളെ വീട്ടമ്മമാരായ പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മളെ ലോകം എന്ന് പറയുന്നത് നമ്മളെ കിച്ചണല്ലേ. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിലേക്ക് സന്തോഷത്തോടെ നമ്മളെ പണികളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ കിച്ചനെ മാറ്റിയെടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ചാൽ മതി ഓരോരുത്തരും. അപ്പോൾ നമ്മളെ ഹാപ്പിനെസ്സിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ നിർബന്ധിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനി നമുക്ക് കക്കറൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കലാം. 2 കപ്പ് ചോറുണ്ടാക്കുന്ന അരിയില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റേഷൻ അരിയാണെങ്കിലും കുഴപ്പമില്ല, അടിപൊളി തന്നെയായിരിക്കും. അപ്പോൾ 2 കപ്പ് അരിയിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ തിളക്കൂലേ, അതേപോലെ തിളക്കണ്ട. കൈ തൊടുന്ന സമയത്ത് പൊള്ളൂലേ, ആ ഒരു രീതിയിലുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒരു അരി കുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ അരി ഒന്ന് കുതിർന്ന് വരും. അപ്പോഴേക്ക് മോള് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇന്ന് പായസം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ പായസം ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറും കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. രാവിലെ മുട്ട സുർക്കയും കറി ഉണ്ടായിരുന്നു ബാക്കി. പിന്നെ അതേപോലെ തന്നെ രാത്രിക്കേക്ക് വേണ്ടിയിട്ടാണ് കക്കറൊട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും കറിയും അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഇതാ വേഗം തന്നെ പായസം ഉണ്ടാക്കി വെക്കല. ഈ ഒരു സേമിയത്തിൻ്റെ പായസം മിക്സില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കി കിട്ടുമല്ലോ ഇങ്ങനെ പായസം മിക്സ് കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പായസം മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതാടുന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്ക് നമ്മൾ കക്കറൊട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബീഫിൻ്റെ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറി ഒന്ന് വേഗം റെഡിയാക്കി എടുക്കല. അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി, 3 തക്കാളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഉള്ളി വാടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയില്ലേ, എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഉള്ളി നന്നായിട്ട് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇറച്ചിക്കറിയെല്ലാം ഉണ്ടാക്കൽ. ഉള്ളി കട്ട് ചെയ്തിട്ട് അത് വാടുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കും. അപ്പോൾ തക്കാളി ഇട്ട് അത് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളകും
വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, എല്ലാം മുഴുവൻ കുരുമുളകില്ലേ അതും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ പായസം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് പറയാൻ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പായസം മിക്സില്ലേ അത് പാലിലേക്ക് ഒഴിച്ച് അതിലേക്കുള്ള ഗീ ഇല്ലേ അതും കൂടെ ചേർത്തെടുത്തിട്ട് മാത്രമേ എന്നിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പായസം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അത് വേഗം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു ഇറച്ചിക്കറിയെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ പായസം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ ഇറച്ചിക്കറിൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് നോക്കാം. അപ്പോഴേക്ക് നമ്മളെ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് അതിൻ്റെ ഒരു മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ 3 സ്പൂണ് മല്ലിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് നിറയെ ചിക്കൻ മസാലപ്പൊടിയില്ലേ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫാണ് കേട്ടോ, ഞാൻ എല്ലും കൊട്ടും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മളെ കക്കറൊട്ടിക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവാൻ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒരു 5-8 വിസിൽ വരുന്നവരെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ കറി ഉണ്ടല്ലോ നമ്മളെ കക്കറൊട്ടിക്ക് മാത്രമല്ല കേട്ടോ, പൊറോട്ട, ചപ്പാത്തി, പൂരി, ദോശ അങ്ങനത്തെ എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനെ ഇറച്ചിക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇറച്ചിക്കറി മാത്രമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്, അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മളെ അരിയില്ലേ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അരി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വലിയ ജീരകയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് തരിപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് ഫൈനായിട്ടൊന്നും അരയണമെന്നില്ല, തരിപ്പായിട്ടാണ് കേട്ടോ കക്കറൊട്ടിക്ക് അരി അരക്കുമ്പോൾ അരയാൻ ഉള്ളത്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. രണ്ട് ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മളെ ഒറോട്ടിപ്പൊടിയാണ് കേട്ടോ. ഈ ഒറോട്ടിപ്പൊടി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഇന്നൊക്കെ കയറി കണ്ടോക്കണേ. ഞാനിതാ മേലെ കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് അരി നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരിമാവില്ലേ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കറക്റ്റ് അളവൊന്നും അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ടൈറ്റാക്കി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഞാൻ ചെയ്യാറുള്ളത്. ഒറോട്ടിക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ അരി കുഴച്ചെടുക്കാറുള്ളത്. പക്ഷേങ്കിൽ തേങ്ങ, ഉള്ളി, ജീരകം അങ്ങനത്തെ ഒന്നും കൂട്ടൂല. ആ ഒരു അരിയില്ലേ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി, ആ ഒരു അരി ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരയണം. തരിതരിപ്പില്ലാണ്ട് നന്നായിട്ട് അരക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ കുറേശ്ശെ പൊടി ചേർത്ത് കൊടുത്ത് ടൈറ്റാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ഞാൻ ചെയ്യാറുള്ളത് ഒറോട്ടിക്ക്. കക്കറൊട്ടിക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒറോട്ടി, കക്കറൊട്ടി, നമ്മുടെ മീൻ പത്തിരി, നെയ്പ്പത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഒറോട്ടി പൊടി ഉണ്ടെങ്കിൽ. ഇതേപോലെ വീട്ടിൽ അരിയൊന്നും പൊടിപ്പിക്കാണ്ട് പീടികയിൽ നിന്ന് തന്നെ അരിപ്പൊടി വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് വീട്ടിൽ അരി പൊടിപ്പിച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയായിരിക്കും. അങ്ങനത്തെ നമ്മളെ കക്കറോട്ടിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കൗണ്ടർ ടോപ്പിലെല്ലാം അവിടെ ഇവിടെ ആയിട്ട് കുറേശ്ശെ മാവും അരിയും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴേക്ക് നമ്മളെ ബീഫ് വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു 5-8 വിസിൽ കേട്ട ഉടനെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ബീഫ് കറി. നോക്ക്, കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കക്കറോട്ടില്ലേ, അതായത് കുഞ്ഞിപ്പത്തിൽ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉരുട്ടിയിടാനുണ്ട്. അപ്പോൾ അതാ ഒരു അരിപ്പ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാഴയിലല്ലേ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും വാഴയിലിൻ്റെ ആ ഒരു ഫ്ലേവർ അടിപൊളിയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കയ്യിലേക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഓയിൽ വേണമെന്നില്ല, എന്നാലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓയിലും കൂടെ കയ്യിലാക്കിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള അരിമാവില്ലേ, അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിൽ ഓരോരോ ഉരുളകളാക്കിയിട്ട്, ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കൽ. ചെറിയ ഉരുളകളാക്കിയിട്ട് അതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് 2 വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കൽ. ചിലരില്ലേ അതേപോലെ ചെറിയൊരു ഉരുളയാക്കിയിട്ട് ഒരു വിരൽ വെച്ചിട്ട് നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അതെനിക്കത്ര ഒക്കെ ഇങ്ങോട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് കാണാനും നല്ല മൊഞ്ചല്ലേ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് കുറച്ച് മുന്നേ തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ വെച്ച പാത്രത്തിലെ വെള്ളത്തിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടേനും. ഇനിയിപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കല. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് നിറയെ മുളക് പൊടിയില്ലേ, എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകവും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ ഒരു തേങ്ങയില്ലേ, അത് അരയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങ അരയലും നമ്മളെ കുഞ്ഞിപ്പത്തിൽ കുക്കാവലും ഒക്കെ ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ല, ഞാൻ ഉള്ള പാത്രങ്ങൾ ആ ഒരു സമയം തന്നെ കഴുകി എടുക്കുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, അതിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മളെ കുഞ്ഞിപ്പത്തിൽ കുക്കായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കക്കറോട്ടി ഉണ്ടാക്കുന്നതിൻ്റെ. ഇനി ഇത് വേഗം തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കൗണ്ടർ ടോപ്പ് കൂടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കട്ടെ. നമ്മളില്ലേ കുക്കിങ്ങും ക്ലീനിങ്ങും ഒരേപോലെ ഒരേ സമയത്ത് തന്നെ വേഗം ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചണിലെ പണി വേഗം തന്നെ കഴിയുന്ന പോലെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട് കക്കറോട്ടിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പകുതി ഉള്ളി, അതേപോലെ തന്നെ പകുതി തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളി, പച്ചമുളക്, അതേപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് ഒക്കെ കൂടെ വാടി വരുന്ന സമയത്ത് ഉണ്ടാവാം. അങ്ങനെ ഇതൊക്കെ വാടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങയില്ലേ നമ്മൾ സാധാരണ മീൻ കറിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചെടുക്കൂലേ, ആ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു എന്താ പറയുക, അത്രയും അരിഞ്ഞു കിട്ടണം, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ഇനി തേങ്ങ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഫില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കുക്കറില്ലേ, അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിലില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തില്ലേ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലേനു, അത് ഓർമ്മയില്ലേനു കേട്ടോ, എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് കുറച്ചധികം തന്നെ മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണുമ്പോൾ തോന്നും ഭയങ്കര പണിയാണല്ലോ എന്നല്ല,
പക്ഷെ നമ്മളിതൊക്കെ എപ്പോൾ ഉണ്ടാക്കില്ലല്ലോ, വല്ലപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ കുഞ്ഞിപ്പത്തിലൊക്കെ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിക്കില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. അടിപൊളി ടേസ്റ്റ് ആണിട്ട് ഉണ്ടാവുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്താ പറയുക, ഒരു 4-5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിലിട കക്കറൊട്ടിയില്ലേ, അത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടാ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിനോന്ന് അറിയില്ല. നിങ്ങളെന്തായാലും വീഡിയോ ശരിക്കൊന്ന് കണ്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.